ജനാധിപത്യ ഇന്ത്യയിൽ ജനവിധിയിലൂടെ ഒരു ഭരണകൂടം അധികാരത്തിലേറിയാൽ അടുത്ത 5 വർഷം ആ സർക്കാരിനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നതാണ് രാഷ്ട്രീയ മര്യാദ. എന്നാൽ നേരിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ വോട്ടുകുത്തി തോൽപ്പിച്ച മൂലക്കിരുത്തിയപ്പോൾ കുറുക്കുവഴികളിലൂടെയും അണിയറയിലെ കള്ളക്കളികളിലൂടെയും രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുക്കാൻ നോക്കുന്ന ചില അതിമോഹികളായ രാഷ്ട്രീയക്കാരുടെ നാടായി മാറിയോ ഇത്? അതേ ഇന്ന് അടിവരയിട്ട് പറയുന്ന വാർത്തകളാണ് രാജ്യ തലസ്ഥാനത്ത് നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു വശത്ത് രാജ്യത്ത് യാതൊരുവിധ രാഷ്ട്രീയ അടിത്തറയോ കൃത്യമായ നയങ്ങളോ ഇല്ലാതെ കേവലം സോഷ്യൽ മീഡിയയിലെ ട്രോളുകളിലും റീലുകളിലും മാത്രം നിറഞ്ഞു നിൽക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്നൊരു വിചിത്ര സംഘടന പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളയ്ക്കുന്നു. അവർ ഡൽഹിയുടെ തെരുവിൽ വന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു പാറ്റാ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. എന്നാൽ ഈ നാടകത്തിന്റെ ക്ലൈമാക്സ് എന്താണെന്ന് അറിയണമെങ്കിൽ ഇതിന്റെ തൊട്ടു പിന്നാലെ വന്ന ആം ആദ്മി പാർട്ടിയുടെ പരമാധികാരി അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസ്താവന കേൾക്കണം. ഇന്ത്യയിൽ ഉടൻ തന്നെ മറ്റൊരു പ്രധാനമന്ത്രി വരുമെന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ പ്രവചനം. അടുത്തൊരു പൊതു തിരഞ്ഞെടുപ്പ് നടക്കാൻ 2029 വരെ സമയമുണ്ടെന്ന് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം. ഇതൊക്കെയും ഭരണഘടനയെയും ജനവിധിയെയും വെല്ലുവിളിച്ചുകൊണ്ട് കേജ്രിവാൾ നടത്തുന്ന ഈ പ്രധാനമന്ത്രി മോഹം കേവലം ഒരു രാഷ്ട്രീയ കോമാളിത്തമല്ല, മറിച്ച് രാജ്യത്തെ പുതിയ തലമുറയെ തെറ്റായ വിവരങ്ങൾ നൽകി വഴിതെറ്റിച്ച് തെരുവിലൊരു ജൻസി കലാപം അഴിച്ചുവിട്ട് അതിലൂടെ രാജ്യത്തെ സമാധാനാന്തരീക്ഷം തകർത്ത് കേന്ദ്രത്തിലെ ശക്തമായ നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിറക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ ഭീകരമായ ഒരു അട്ടിമറി അജണ്ടയാണ്. വലിയ വിപ്ലവകാരികൾ എന്ന വ്യാജേനെ ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഈ പാറ്റാ പാർട്ടിയുടെ മുഖംമൂടി ഇപ്പോൾ കൂടെ നിന്നവർ തന്നെ വലിച്ചു കീറിക്കഴിഞ്ഞു. ഈ അട്ടിമറി രാഷ്ട്രീയത്തിന്റെ അണിയറ കഥകൾ നമുക്കൊന്ന് പരിശോധിക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലിയ കെണികളാണ് ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിന് നേരെ ചിലർ ഒരുക്കി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷം നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ചില പ്രത്യേക തരത്തിലുള്ള ചരട് വലികൾ നടക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട ഈ വിചിത്ര കൂട്ടായ്മ. രാഷ്ട്രീയത്തിൽ നിലപാടുകൾ വേണം, പ്രത്യേക ശാസ്ത്രങ്ങൾ വേണം, ജനകീയ അടിത്തറ വേണം എന്നൊക്കെയാണ് ഇതുവരെ കേട്ടിട്ടുള്ളത്. എന്നാൽ അതൊന്നുമില്ലാതെ കേവലം ട്രോളുകളും മറ്റുമാക്കി മാറ്റിയ ഈ പാറ്റാ പാർട്ടി കഴിഞ്ഞ ദിവസം രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ വലിയ രീതിയിൽ ഒരു പ്രതിഷേധ നാടകം സംഘടിപ്പിക്കുകയുണ്ടായി. യുവാക്കളുടെയും തൊഴിലില്ലാത്തവരുടെയും ഒരേ ഒരു രക്ഷകരായി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവിൽ വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കിയ ഇവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് അപ്പോൾ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ വന്ന് ഡൽഹിയിൽ ഇത്രയും വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഇവർക്ക് എവിടുന്ന് ഫണ്ട് ലഭിച്ചു എന്ന ചോദ്യത്തിന് അധികം വൈകാതെ തന്നെ മറുപടിയും കിട്ടി. ഈ പ്രതിഷേധങ്ങളുടെ ചൂടാറും മുൻപ് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ തന്റെ പതിവ് നാടകീയതയോടെ രംഗപ്രവേശനം ചെയ്യുന്നത്. ഇന്ത്യക്കാരുടെ മരണത്തിനും അപമാനത്തിനും പ്രതികാരം ചെയ്യുന്ന ശക്തനായ ഒരു പ്രധാനമന്ത്രി ഉടൻ തന്നെ രാജ്യത്തുണ്ടാകും എന്നായിരുന്നു കേജ്രിവാളിന്റെ പരസ്യമായ ഒരു പ്രസ്താവന, അല്ലെങ്കിൽ വെല്ലുവിളി നിറഞ്ഞ വാക്കുകൾ. ഇവിടെയാണ് കേജ്രിവാളിന്റെ രാഷ്ട്രീയക്കാരന്റെ ആ ഒരു ചിന്തകളും അതിമോഹവും ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ NDA സർക്കാർ രാജ്യത്ത് കൃത്യമായ ജനവിധിയിലൂടെ ഭരണം തുടരുമ്പോൾ അടുത്തൊരു പൊതു തിരഞ്ഞെടുപ്പ് നടക്കാൻ 2029 വരെ കാത്തിരിക്കണമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ജനാധിപത്യ മര്യാദകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യത്തുടൻ മറ്റൊരു പ്രധാനമന്ത്രി വരുമെന്ന് കേജ്രിവാൾ തട്ടിവിടുമ്പോൾ അത് കേട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ജനങ്ങളുടെ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറി രാജ്യത്തെ ശക്തമായ വികസന പാതയിലൂടെ നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ ജനപ്രീതിയെയും നേരിട്ടുള്ള തിരഞ്ഞെടുപ്പിലൂടെ നേരിടാൻ ഇവർക്കൊന്നും കഴിയില്ല എന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ കുറച്ചുപേരെ ഇറക്കി ഇത്തരം കോമാളിത്തരങ്ങൾ കാണിച്ച് മോദി സർക്കാർ വീഴുമെന്ന കേജ്രിവാളിന്റെ കണക്കുകൂട്ടൽ. വസ്തുതകൾ പരിശോധിച്ചാൽ ഈ പറയുന്ന പാറ്റാ പാർട്ടിയുടെ ചരട് വലികൾക്ക് പിന്നിൽ ആം ആദ്മി പാർട്ടിയുടെ കൈകൾ കൃത്യമായി കാണാൻ സാധിക്കുമെന്ന് നേരത്തെ വ്യക്തമായതാണ്. ഇതൊരു സ്വതന്ത്ര സമരമല്ല, മറിച്ച് രാജ്യത്തെ യുവാക്കളെയും ജൻസി തലമുറകളെയും വൈകാരികമായി ഇളക്കിവിട്ട് തെരുവിലിറക്കി വലിയൊരു ആഭ്യന്തര കലാപം സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ തന്ത്രമാണ്. ആ ആഭ്യന്തര കലാപത്തിലൂടെ രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനും അതുവഴി നരേന്ദ്രമോദി സർക്കാരിനെ അസ്ഥിരപ്പെടുത്തി അധികാരം കൊതിക്കുന്ന കേജ്രിവാളിന് വഴി തുറക്കാനുമുള്ള ഒരു രഹസ്യ രാഷ്ട്രീയ പദ്ധതി മാത്രമായിരിക്കാം. പുതിയ മാർഗങ്ങളിലൂടെയും ഓൺലൈൻ പുകമറകളിലൂടെയും രാജ്യത്തെ പ്രതിപക്ഷ ഇടം മൊത്തമായി കൈക്കലാക്കാനുള്ള ഈ നീക്കത്തെ ജനങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞതാണ്. അധികാര കസേര മാത്രം ലക്ഷ്യമിട്ട് നടക്കുന്ന ഇത്തരം ഗൂഢാലോചനകൾ
ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ വലിയൊരു അപമാനമല്ലേ? എത്രയൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാലും സത്യം ഒടുവിൽ പുറത്തു വരുമല്ലോ. ഈ വിപ്ലവ പ്രസ്ഥാനം വെറും ഒരു കെണിയാണെന്നും ഇതിന് പിന്നിൽ AAPയുടെ രാഷ്ട്രീയ അജണ്ടയാണെന്നും മനസ്സിലാക്കിയതോടെ ഇതിനെ തുടക്കത്തിൽ പിന്തുണച്ചവർ തന്നെ ഇപ്പോൾ നാണം കെട്ട് പിന്മാറുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ ആശിഷ് ജോഷിയുടെ നിലപാട്. തുടക്കത്തിൽ ഈ ക്യാമ്പയിനെ അനുകൂലിച്ച അദ്ദേഹം ഈ പ്രസ്ഥാനത്തിന്റെ പോക്കിൽ സംശയം തോന്നി ഇതിന്റെ സംഘാടകനായ ദീപികയ്ക്ക് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പരസ്യമായ ഒരു വെല്ലുവിളി നടത്തി. ഈ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ സ്വതന്ത്രമാണോ അതോ ആം ആദ്മി പാർട്ടിയുമായി ഇതിന് എന്തെങ്കിലും രഹസ്യ ബന്ധമുണ്ടോ എന്ന് 24 മണിക്കൂറിനകം വ്യക്തമാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. താൻ രാഷ്ട്രീയമായി തികച്ചും നിഷ്പക്ഷനായ വ്യക്തിയാണെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും രഹസ്യ അജണ്ടയുടെ ഭാഗമാകാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം പിന്നീട് വ്യക്തമാക്കി. എന്നാൽ ഈ ചോദ്യത്തിന് മുന്നിൽ കൃത്യമായ മറുപടിയില്ലാതെ സംഘാടകർ ഉരുണ്ട് കളിച്ചപ്പോൾ ഈ കള്ളക്കളി മനസ്സിലാക്കി ആശിഷ് ജോഷി ഈ കൂട്ടായ്മയ്ക്കുള്ള തന്റെ പിന്തുണ പരസ്യമായി പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അതോടെ ഈ സംഘടനയുടെ നിഷ്പക്ഷത എന്ന മുഖംമൂടിയാണ് അവിടെ അഴിഞ്ഞു വീണത്. സുഹൃത്തുക്കളെ, നമ്മൾ കാര്യങ്ങളെ കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഇത്രയും വലിയ അസഹിഷ്ണുത? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. നരേന്ദ്രമോദി എന്ന ഭരണാധികാരിക്ക് കീഴിൽ രാജ്യം കൈവരിച്ച അസാധ്യമായ വികസന കുതിപ്പും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ ഇന്ന് ലഭിക്കുന്ന സമാനതകളില്ലാത്ത ആദരവും അംഗീകാരവും ഇവർക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്നതിന്റെ ഉദാഹരണം തന്നെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലെ രഹസ്യം. അമേരിക്കയും യൂറോപ്പും അറബ് രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള ലോക ശക്തികൾക്ക് ഇന്ന് ഭാരതത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആദരവോടെയാണ് നോക്കിക്കാണുന്നത്. ലോകത്ത് എവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായാലും അവിടെ പരിഹാരത്തിനായി ഭാരതത്തിന്റെ ഇടപെടൽ ആഗോള നേതാക്കൾ ആവശ്യപ്പെടുകയാണ്. G20 ഉൾപ്പെടെയുള്ള ലോകവേദികളിൽ ഇന്ത്യയുടെ വാക്കിന് ലോകം കാതോർത്തു. ലോകം മുഴുവൻ മോദിക്ക് പിന്നാലെ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജനപ്രീതിയും നയതന്ത്ര വിജയങ്ങളും കണ്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് ഇവിടെയുള്ള ചില പ്രാദേശിക രാഷ്ട്രീയ കുറുക്കന്മാർ. രാജ്യത്തിനകത്ത് നോക്കുകയാണെങ്കിൽ പാവപ്പെട്ടവന്റെ അടുക്കള മുതൽ അതിർത്തിയിലെ പ്രതിരോധ കോട്ടകൾ വരെ അതിവേഗം നവീകരിക്കപ്പെട്ടു. ഡിജിറ്റൽ ഇന്ത്യയിലുടനീളം ആധുനിക അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയും ഭാരതം ലോകത്തിലെ തന്നെ മുൻനിര സാമ്പത്തിക ശക്തിയായി കുതിച്ചുയരുകയാണ്. ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ചെയ്യുന്ന ഇത്തരം ക്ഷേമ പ്രവർത്തനങ്ങളും വികസനങ്ങളും സാധാരണക്കാരായ വോട്ടർമാർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുത്താൻ ജനങ്ങളെ പ്രേരിപ്പിച്ചതും ഈ വികസന തുടർച്ച തന്നെയാണ്. എന്നാൽ കഠിനാധ്വാനത്തിലൂടെയും കൃത്യമായ ദീർഘവീക്ഷണത്തിലൂടെയും മോദി കെട്ടിപ്പടുത്ത ഈ ജനപ്രതിനിധിയെ നേരിട്ടുള്ള രാഷ്ട്രീയ ഗോതയിൽ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് കേജ്രിവാളിനും അദ്ദേഹത്തിന്റെ സംഘത്തിനും കൃത്യമായി അറിയാം. വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇവർക്ക് അജണ്ടകളില്ല. രാജ്യത്തിന്റെ പുരോഗതിക്കായി ഇവർക്ക് വ്യക്തമായ നയങ്ങളില്ല. അപ്പോൾ പിന്നെ മോദിയോടുള്ള രാഷ്ട്രീയ പക തീർക്കാൻ ഇവർക്ക് മുന്നിലുള്ള ഒരേയൊരു വഴി ഇത്തരം അട്ടിമറി നാടകങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിലെ എയർ കണ്ടീഷൻ മുറിയിലിരുന്ന് സോഷ്യൽ മീഡിയയിലെ ഒരു പാറ്റ പാർട്ടിയെ മുൻനിർത്തി ഇത്തരം ചീപ്പ് വിപ്ലവങ്ങൾ ഇവർ പ്ലാൻ ചെയ്യുന്നത്. മോദിക്ക് ലോകം നൽകുന്ന സ്നേഹവും ആദരവും കണ്ട് സഹിക്കാൻ പറ്റാതെ രാജ്യത്തെ യുവാക്കളെ തെറ്റായ വഴിയിലേക്ക് തിരിച്ചുവിട്ട് ഒരു ജൻസി കലാപം ഉണ്ടാക്കാൻ നോക്കുന്നത് എത്രത്തോളം ലജ്ജാകരമാണ്. വികസനം കൊണ്ട് നേരിടാൻ കഴിയാത്തപ്പോൾ തെരുവിൽ ആക്രമണം അഴിച്ചുവിട്ട് കേന്ദ്ര സർക്കാരിനെ അസ്ഥിരപ്പെടുത്താമെന്ന കേജ്രിവാളിന്റെ കണക്കുകൂട്ടൽ ഇന്ത്യൻ ജനത പുച്ഛിച്ചു തള്ളുകയുള്ളൂ. രാജ്യത്തെ തകർക്കാൻ നോക്കുന്ന ഇത്തരം നിഗൂഢ ശക്തികളെയും അവരുടെ വിചിത്രമായ പ്രധാനമന്ത്രി കസേര മോഹങ്ങളെയും ജനവിധിയിലൂടെ തന്നെ ഭാരതത്തിലെ ജനങ്ങൾ എന്നും കീഴിലാക്കിയിട്ടേയുള്ളൂ എന്ന ചരിത്രം കേജ്രിവാൾ ഓർക്കുന്നത് നന്നായിരിക്കും. ഈ ചതിക്കുഴികൾ തിരിച്ചറിഞ്ഞ് മുന്നറിയിപ്പ് നൽകിയതും അതിൽ നിന്നും ഒന്നിനു പുറകെ ഒന്നായി പിൻവാങ്ങിയതും ഈ രാജ്യത്തെ ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കേണ്ട ഒന്നാണ്. മുഖംമൂടികൾ എത്ര ആകർഷകമാണെങ്കിലും അതിനു പിന്നിലെ യഥാർത്ഥ അജണ്ടകൾ അധികകാലം ഒളിപ്പിച്ചു വെക്കാൻ ആർക്കും സാധ്യമല്ല. വിപ്ലവത്തിന്റെ ലേബലിലെത്തിയ പാറ്റ പാർട്ടിയുടെയും അതിനെ നിയന്ത്രിക്കുന്ന അദൃശ്യ കരങ്ങളുടെയും കഥകൾ ജനങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും ഇപ്പോൾ വെളിപ്പെട്ട് കഴിഞ്ഞു. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.